വോട്ട് ഞങ്ങൾക്ക്, നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. അതാണ് ഞങ്ങൾക്ക് 50,000 വോട്ടെത്താൻ കഴിഞ്ഞത്. ശ്രീധരൻ സാറെ പോലെയുള്ള ഒരു ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാൾ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വ്യക്തിപരമായിട്ട് വോട്ടുകൾ ധാരാളം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞങ്ങളുടെ അടിസ്ഥാന വോട്ട് 40,000 വോട്ടാണ്. വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഡീഷണൽ ആയിട്ട് വോട്ട് കിട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതെന്താണെന്ന് ഞങ്ങൾ കണ്ടെത്തും. അല്ല ശ്രീമതി പ്രമീള ശശിധരൻ അവരൊരു വലിയൊരു രാഷ്ട്രീയക്കാരിയല്ല. ഇന്നലെ മാധ്യമങ്ങൾ മുഴുവൻ അവരോട് പോയി പറയുകയാണ് 18 കൗൺസിലർമാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് അവർ കാലത്ത് അവരുടെ ആ ഒരു വികാരപരമായിട്ട് ആ സമയത്ത് അവർ പ്രതികരിച്ചാണ്. അവർക്ക് കൃത്യമായിട്ട് അതിനുശേഷം ബോധ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ പാർട്ടി അങ്ങനെ ഒരു കാര്യം കൗൺസിലർമാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഭാരവാഹികളെ സംബന്ധിച്ചോ ഒരു പരാതിയും ഒരെവിടെയും സമർപ്പിച്ചിട്ടില്ല എന്ന് അവർക്കറിയാം. കാലത്ത് മുനിസിപ്പൽ ഓഫീസിൽ പോയ അവരോട് എല്ലാ മാധ്യമ പ്രതിനിധികളും പോയി ചോദിക്കുന്നത് 18 ആൾക്കെതിരെ കൗൺസിലർമാർക്കെതിരായിട്ട് കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തിന് എന്താണ് നിങ്ങളുടെ പ്രതികരണം ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ഒരു വീട്ടമ്മയായിരുന്ന നഗരസഭാ കൗൺസിലർ മാത്രമായിരുന്ന തികഞ്ഞ രാഷ്ട്രീയക്കാരിയല്ലാത്ത അവർ പ്രതികരിക്കും. അവർ വികാരം കൊണ്ട് പ്രതികരിച്ചു പോയി. അല്ല, ശിവരാജേട്ടനെ പോലെ ഒരു സീനിയറായിട്ടൊരാൾ പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു ദേശീയ കൗൺസിൽ അംഗം പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ സംഘടന അദ്ദേഹത്തോട് സംസാരിക്കും. അതിൽ അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് പാലക്കാട് 86. അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ ലീഡർ എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉൾക്കൊള്ളുന്നു. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. നടപടി എടുക്കണമെന്ന് അങ്ങ് ആവശ്യപ്പെടും. എല്ലാത്തിനും നടപടിയാണോ പരിഹാരം? സംഘടനയ്ക്കുള്ള അഭിപ്രായ വ്യത്യാസം, എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ അവരെ ഇരുത്തി സംസാരിച്ച് പരിഹരിക്കുക എന്നുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ എൻ്റെ നിങ്ങൾക്ക് ശിവരാജേട്ടനെതിരെ നടപടി എടുപ്പിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അത് പറഞ്ഞാൽ പോരെ? അത് പറയൂ. ഞാൻ വ്യക്തിപരമായിട്ട് ഒരാൾക്കെതിരായിട്ട് നടപടി ആഗ്രഹിക്കുന്ന ആളല്ല. എൻ്റെ പാർട്ടിയിലെ എല്ലാ ആളുകളെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. സംസ്ഥാന ജനറൽ സെക്രട്ടറി നിങ്ങൾ പറഞ്ഞ അതേ പോസ്റ്റിലിരുന്ന് ഞാൻ പറയുന്നു, എൻ്റെ പാർട്ടിയിലെ ഏറ്റവും സാധാരണ പ്രവർത്തകരെ മുതൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകൾ വരെ എല്ലാവരും പാർട്ടിയോട് ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് അങ്ങ് പറയുന്നത്. 100%. അല്ല, ആരാ പരാതി കൊടുത്തില്ല? നിങ്ങൾ പറയുള്ളൂ 18 ആൾക്കെതിരെ പരാതി കൊടുത്തു. ആ കൊടുത്ത പരാതിയുടെ ഒരു ചെറിയൊരു പീസ് കാണിച്ചതാ. എനിക്കറിയണമല്ലോ. അല്ല, നിങ്ങൾ പറയണമല്ലോ 24 അല്ല, നിങ്ങളാണല്ലോ ആദ്യമായിട്ട് കൊടുത്ത ന്യൂസ് 18 ആൾക്കാരെ പരാതി. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കാൻ പോകുന്നു പറഞ്ഞു. അദ്ദേഹം പോലും അറിയാത്ത രാജി നിങ്ങളല്ലേ പടച്ചു വിട്ടത്? അത് ഞാനല്ല തീരുമാനിക്കേണ്ടതല്ലോ. അല്ല, ജനറൽ സെക്രട്ടറിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടി താങ്കൾക്ക് BJPയുടെ സംവിധാനത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. BJPയുടെ സംവിധാനത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. 4 ജനറൽ സെക്രട്ടറിമാരുണ്ട് പാർട്ടിയിൽ. അറിയോ? ഞാൻ എൻ്റെ പാർട്ടിയിൽ ഉന്നയിക്കണോ വേണ്ടേ എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. ഇതിലൊരു പ്രശ്നവുമില്ല. എനിക്ക് ആ വ്യക്തിപരമായിട്ടുള്ള ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇതല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയോ പാർട്ടി നിശ്ചയിക്കുന്നു, ഞാൻ മത്സരിക്കുന്നു. ഞാൻ പാർട്ടിയെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ കുറവുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞാൽ ഞാനത് അനുസരിക്കും. അതിൽ കുറവുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് പ്രമീള ചേച്ചിയും 2000 മുതൽ ഒന്നിച്ച് കൗൺസിലറായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 20-25 വർഷമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. എൻ്റെ ഒരു സഹോദരിക്ക് തുല്യമാണ്. എൻ്റെ ഒരു ചേച്ചിയെ പോലെ ഉള്ള ആളാണ്. ഞങ്ങൾ കുടുംബപരമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അത്തരം ഒരു എൻ്റെ സഹോദരി സ്ഥാനത്തുള്ള എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്തുള്ള പ്രമീള ചേച്ചി പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഞാനതിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനത് പരിശോധിക്കും. അതിനുള്ള തിരുത്തൽ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് വരുത്തും. എന്താ സംശയം? പാലക്കാട് BJP സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി അതിനെല്ലാം പരിഹാരം കണ്ടെത്തും എന്നും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി ചെയ്തു എന്നുമാണ് അദ്ദേഹം പറയുന്നത്.